മാരകമായ ക്യാൻസർ ബാധിച്ച ഈ നൗഷാദ് ഖാനെ ഒന്ന് സഹായിക്കാമോ? ഈ വീഡിയോ നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ്, നാട്ടിലെ ഗ്രൂപ്പ്, എല്ലാ ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യാമോ? അസ്സലാമലൈക്കും. എനിക്ക് രാത്രി ഉറക്കവും കാര്യങ്ങളൊന്നുമില്ല. ശരീരം മൊത്തവും വേദനയും ആഹാരം കഴിപ്പോ ഒന്നും തന്നെ ഇല്ല. എന്നെ നിങ്ങൾ രാഷ്ട്രീയ സഹായങ്ങളോട് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് സഹായിക്കണമെന്ന് ഈ തേര് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോ വീണ്ടും വന്നത്. നീ വരത്തില്ലായിരുന്നു. ഈ അത്ര വേദന സഹിക്കാൻ പോയ എനിക്ക്, എൻ്റെ ഭാര്യയ്ക്ക് ഞാനല്ലാതെ വേറെ ആരും തന്നെ ഇല്ല. നിങ്ങളെല്ലാവരും എന്നെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് താഴ്മയിൽ പറയും. അസ്സലാമു അലൈക്കും. നിങ്ങളെല്ലാവരും സഹായിച്ച സഹായത്തിന് ഭർത്താവിനെ രക്ഷപ്പെടുത്തി വന്ന് ഞങ്ങളിവിടം വരെ എത്തി. അതുകൊണ്ട് ഇനി ഞങ്ങളെ സഹായിക്കണം. ഇഞ്ചക്ഷൻ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറൊരു മരുന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ നിങ്ങളെല്ലാവരും സഹായിച്ച് രക്ഷപ്പെടുത്തി തരണം. ഞങ്ങൾക്ക് വേറൊരു മാർഗവും ഇല്ല. അള്ളാഹെ കഴിയുന്നത് നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. 1,67,000 രൂപ കൂട്ടിയാൽ കൂടത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളെ മുമ്പിൽ വീണ്ടും ഞങ്ങൾ കൈ നീട്ടാനായിട്ട് ഇറങ്ങിയത്. അള്ളാഹു താല നിങ്ങളെ കഴിയുന്ന സഹായം 10 രൂപ എങ്കിൽ 10 രൂപ ഞങ്ങളെ സഹായിച്ച് എൻ്റെ മനുഷ്യരെ രക്ഷപ്പെടുത്തി നിങ്ങളെല്ലാവരും കൂടെ തരണം. അത് മാത്രമേ എനിക്ക്. അസ്സലാമു അലൈക്കും. ഷമീർ തിരൂരാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ ചിറവയലിലുള്ള നൗഷാദ് ഖാൻ്റെ വീട്ടിലാട്ടോ. നൗഷാദ് ഖാനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നൗഷാദ് ഖാൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നൗഷാദ് ഖാൻ്റെ അവസ്ഥകൾ കണ്ടില്ലേ? തലയിലൊക്കെ അന്ന് ഇവിടെ മാത്രമായിരുന്നു നൗഷാദ് ഖാക്ക് ഇതുണ്ടായിരുന്നത്. അതിനുശേഷം ഇഞ്ചക്ഷൻ വെക്കണം എന്ന് പറഞ്ഞു. ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം നല്ല മാറ്റമുണ്ട് നൗഷാദ് ഖാക്ക്. ഇപ്പോൾ അവസാന സ്റ്റേജിലെത്തിക്കണ്. 8 ഇഞ്ചക്ഷനോളം ഇപ്പോൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നൗഷാദ് ഖാൻ്റെ തലയിൽ ഇതാ ഈ പുറത്ത് നിങ്ങൾ കണ്ടപ്പോൾ ആ ഇതിലുള്ള ഏറ്റവും വലുതൊന്നാണ് ഈ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തന്ന പൈസക്ക് 1,00,000, പ്രിയപ്പെട്ടവർ നിങ്ങളിത് കണ്ടു, 1,59,000 റുപ്യാണ് ഒരു ഇഞ്ചക്ഷന് വില. അങ്ങനത്തെ 8 ഇഞ്ചക്ഷനോളം പഠിച്ചു കഴിഞ്ഞു. ഒരു നിവർത്തിയില്ല ഇനി മുന്നോട്ട് പോകാൻ. എന്നെ വിളിച്ച് പറഞ്ഞ എന്താ വെച്ചാൽ വീഡിയോ വേണ്ട, വീഡിയോ ഇറങ്ങുമ്പോൾ ആൾക്കാർ അതും ഇതൊക്കെ പറയും. ഞാൻ നൗഷാദ് ഖാനോട് പറഞ്ഞു, നൗഷാദ് ഖാ, അഭിമാനത്തിനെക്കാട്ടും വലുതാണ് ജീവൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ ഉമ്മാക്കും മക്കൾക്കും വേറെ ആരുമില്ല. നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ പ്രയാസം പൊതുസമൂഹത്തിനോട് പറയാം. ജനങ്ങൾ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വീട്ടിൽ ഉപ്പ ഇല്ലേ? ആ ഒരു ഉപ്പാന്റെ സ്ഥാനത്ത് നൗഷാദ് ഖാൻ നിങ്ങൾ കാണുമോ? അന്ന് ഞാനിവിടെ ആദ്യമായിട്ട് വരുമ്പോൾ നൗഷാദ് ഖാക്ക് ഒരു അക്കൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നൗഷാദ് ഖാന്റെ പേരിലല്ല സ്കാനർ എടുത്തിട്ടുള്ള നൗഷാദ് ഖാന്റെ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ സ്കാനർ ഞങ്ങൾ ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് സഹായിക്കോ? അത് മാത്രമല്ല കേട്ടോ, ഈ വീട് നൗഷാദ് ഖാക്ക് ആകെയുള്ള സമ്പാദ്യം എന്ന് പറയാൻ ഈ ഒരു വീട് മാത്രമാണ്. ഈ വീടിന്റെ അവസ്ഥ എന്ന് പറയാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. 9 ലക്ഷം രൂപ ലോണ് അതായത് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. 9 ലക്ഷം രൂപ ലോണുണ്ട്. ഇനിയിപ്പോ എത്ര ഇഞ്ചക്ഷൻ അടിക്കണം എന്ന് ഡോക്ടർമാർ കറക്റ്റായിട്ട് പറഞ്ഞില്ല. നൗഷാദ് ഖാക്ക് വേറൊരു ട്രീറ്റ്മെന്റ് ഇല്ല. ഈ ഇഞ്ചക്ഷൻ എന്നല്ലാതെ വേറൊരു ട്രീറ്റ്മെന്റും ഈ അസുഖത്തിനില്ല. അവസാന സ്റ്റേജ് എത്തിക്കുന്നു. പക്ഷെ ഇഞ്ചക്ഷൻ അടിച്ചതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് സഹായിക്കുകയോ? ഞങ്ങൾക്ക് വേറെ ഒരു നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് പൊതുസമൂഹത്തിന് മുന്നിൽ കൈ നീട്ടുന്നത്. ഞങ്ങള് ചാരിറ്റിക്കാർക്ക് ഞങ്ങൾക്കൊരു പ്രതീക്ഷ എന്താണെന്നറിയോ? ഞങ്ങളൊരു പ്രയാസം നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഏറ്റെടുക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഈ കുടുംബത്തിന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മനുഷ്യൻ രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റണില്ല. എന്നെ വിളിച്ച് പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന സങ്കടം എത്രയെന്നറിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, നൗഷാദ് ഖാ, കഴിഞ്ഞ മാസം ഇഞ്ചക്ഷൻ്റെ സമയമായപ്പോൾ ഞാൻ പറഞ്ഞു, നൗഷാദ് ഖാ, ഒരു മാർഗ്ഗമില്ല നൗഷാദ് ഖാ, വീഡിയോ ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യോ? ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് അവിടുന്ന് ഇവിടുന്ന് കളക്ട് ചെയ്ത പൈസ കൊണ്ടാണ് കഴിഞ്ഞ മാസം 1,67,500 രൂപ ഹോസ്പിറ്റലിൽ അടച്ചത്. പക്ഷെ ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാട്ടോ. നിങ്ങളൊന്ന് സഹായിക്കുമോ?